മജീദാണ്. ഞാനിവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ മരുന്നിന് വരിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചാൽ 4 മരുന്ന് ഡോക്ടർ എഴുതിയാൽ ആകെ 1 മരുന്നുള്ളൂ. ബാക്കി 3 മരുന്ന് ഈ മഴക്കാലത്ത് പുറത്ത് പോയി മേടിക്കണം. അതേമാതിരി ഇവിടെ ടോക്കൺ എടുക്കുന്ന മെഷീനും കംപ്ലൈൻ്റ് ആണ്. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ചോർച്ചയാണ്. ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് വാങ്ങാനുള്ള ടിക്ക് ചെയ്താണ്. ഇതെന്തെങ്കിലും ഓയിൽമെൻ്റ് ഉണ്ടോ? ഇതിപ്പോൾ എവിടെ നിന്ന് വാങ്ങാൻ? ജനതാദിൽ നിന്നാ? അയിമുണ്ടോ മരുന്ന്? ഇല്ല ഇല്ല. ഇതിമ മരുന്നുണ്ടോ? മരുന്നുണ്ടോ നോക്കാനാണ് ഇത്. മരുന്നില്ലെങ്കിൽ ഒന്നുള്ളൂ അല്ലേ? എത്ര ഉണ്ടാവും? അപ്പൊ 4 മരുന്നുണ്ടെങ്കിൽ 8 മരുന്നുണ്ടാകും അല്ലേ? നല്ല സർക്കാരാണ്. ഒന്നുകൂടെ ഉണ്ട്. എത്ര ഉണ്ട് വാങ്ങാം? അപ്പൊ എത്ര അല്ലേ? അപ്പൊ 3 ഇവിടെ കിട്ടി, 3 പുറത്ത്. ഓക്കെ, കണ്ടില്ലേ? ഡോക്ടർ 4 മരുന്ന് എഴുതിയാൽ ആകെ 1 മരുന്നോളം അവിടെ കിട്ടുക. 6 മരുന്ന് എഴുതിയാൽ 3 മരുന്ന്. ഇത് അവിടെ നിൽക്കുന്ന ഏകദേശം മരുന്ന് മേടിച്ചിട്ട് ജനങ്ങൾക്കൊക്കെ അതേമാതിരിയാണ്. ഈ മരുന്നിന് വേണ്ടി വെച്ചാൽ കുട്ടികൾ, അതേമാതിരി ഉമ്മമാർ, അമ്മമാർ, അതിന് ശാസ്ത്രി ആ ലോങ് വെച്ചാൽ വരി നിന്നിട്ട് ലാസ്റ്റ് ആ കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോൾ എന്താണ് മരുന്നില്ല, അല്ലെങ്കിൽ 1 മരുന്ന്, അല്ലെങ്കിൽ 3 മരുന്ന്, അല്ലെങ്കിൽ 2 മരുന്ന്. എന്നുവെച്ചാൽ 100-ൽ ഒരു 80% മരുന്ന് അവിടെ നിന്ന് കിട്ടൂല, ഒരു 20% മരുന്നുള്ളൂ, 100-ൽ 20% മരുന്നുള്ളൂ കിട്ടുക. എന്ന് വെച്ചാൽ 4 മരുന്ന് എഴുതിക്കണമെങ്കിൽ 1 മരുന്ന്, 6 മരുന്ന് എഴുതിക്കണമെങ്കിൽ 3 മരുന്ന്, 5 മരുന്ന് എഴുതിക്കണമെങ്കിൽ 1 മരുന്ന്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി അവിടെ ചോർച്ചയുണ്ട്. ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാൽ കുട്ടികളും അമ്മമാരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ചോർച്ചയോടെ കാണിച്ചിട്ട് തരാം. എൻ്റെ ഫോൺ അത്ര പവറില്ല, അതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണും. ഈ മഴക്കാലത്താണത്. എന്നുവെച്ചാൽ പനിച്ചുകാണ്ട് ചുമച്ചുകാണ്ട് ചെല്ലണ സ്ഥലത്താണ് ആ ചോർച്ച, അതുകൊണ്ട് കാണും. ഇതാണ് മരുന്ന് മേടിക്കുന്ന സ്ഥലം. ഈ മഴക്കാലത്ത് പനിച്ചുകാണ്ട് വേറെ അസുഖമായിക്കാണ്ട് വന്നുകാണ്ട് മരുന്ന് മേടിക്കുന്ന സ്ഥലമാണ്. ഈ കറുത്ത് കാണുന്നത് മഴവെള്ളം ഒറ്റി വീണ സ്ഥലമാണ്. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ അടുത്ത് കറണ്ടിൻ്റെ വയറിംഗ് ഉണ്ട്. അതേമാതിരി ഓരോ ആൾക്കാർക്ക് മരുന്ന് വെച്ചാൽ ടോക്കൺ നമ്പർ ആണ്. ഇന്ന് ആ മെഷീൻ കേടം നിൽക്കണ്. അപ്പോൾ ആ ടി വി ഉണ്ട്. ആ ടി വിക്കൊക്കെ ഈ മഴവെള്ളം ചാടിയാണ്ട് ആകെ അലങ്കോലമായി കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ നാടിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഇനിയും ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.